നമസ്കാരം. ഹെവൻലി ഹേർഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ സാധാരണ ഇന്ത്യൻ ബ്രീഡ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാറ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രാജസ്ഥാൻ്റെ താർപാർക്കർ ബ്രീഡിനെ കുറിച്ചാണ്. രാജസ്ഥാൻ്റെ സുന്ദരി എന്നാണ് ഈ ബ്രീഡ് അറിയപ്പെടുന്നത്. രാജസ്ഥാൻ്റെ കാർഷിക മേഖലയെ വളരെയധികം സഹായിച്ച ഒരു ബ്രീഡാണിത്. അതുകൊണ്ട് തന്നെ ഈ ബ്രീഡിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോ കാണാം. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് താർപാർക്കർ പശുക്കളെക്കുറിച്ചാണ്. ഇത് പ്രധാനമായും കാണപ്പെടുന്നത് രാജസ്ഥാനിലെ ജോധ്പൂർ, ബാർമർ, ജയ്സാൽമീർ, സിരോഹി എന്നീ ജില്ലകളിലാണ്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലും ഇവ കൂടുതലായി കാണപ്പെടുന്നു. രാജസ്ഥാനിലെ താർ മരുഭൂമിയാണ് ഇവരുടെ പ്രധാന ആവാസ കേന്ദ്രം. അതിനാലാണ് ഇവയ്ക്ക് താർപാർക്കർ എന്ന പേര് ലഭിച്ചതും. ഈ പശുക്കൾ പ്രധാനമായും വെളുത്ത നിറത്തിലും ചാരനിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഇവ തണുത്ത കാലാവസ്ഥയിൽ വളരുമ്പോൾ ഇവരുടെ വെളുത്ത ശരീരത്തിൽ കറുത്ത രോമങ്ങൾ വളരുന്നു. വിശാലമായ നെറ്റിയും ഇടത്തരം വലിപ്പമുള്ള തലയും ചെറുതായി മുകളിലേക്ക് തിരിഞ്ഞ മൂക്കും ഇടത്തരം ശരീരപ്രകൃതിയും നല്ല കറുത്ത നിറത്തിലുള്ള ആകർഷണമായ കണ്ണുകളും ഇവയുടെ പ്രധാന സവിശേഷതകളാണ്. 8 മുതൽ 10 ലിറ്റർ വരെയാണ് ശരാശരി പ്രതിദിന പാലുൽപാദനം. മറ്റു നാടൻ പശുക്കളെ പോലെ തന്നെ ഇവയ്ക്കും ഉയർന്ന രോഗപ്രതിരോധ ശേഷിയും ഏത് കാലാവസ്ഥയിലും അതിജീവിക്കുവാനുള്ള കഴിവും ഉണ്ട്. ഇവരുടെ ശരാശരി ആയുസ് 25 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ്. 45 ഡിഗ്രി സെൽഷ്യസ് കാലാവസ്ഥയിലും ഉയർന്ന അളവിൽ പാൽ ഉൽപ്പാദിപ്പിക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നു. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഉയർന്ന പാൽ ഉൽപ്പാദന ശേഷി ഇവയ്ക്കുണ്ട്. ഉഷ്ണകാലത്ത് 52 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില ഉയരുന്ന പ്രദേശമാണ് താർ മരുഭൂമി. ശൈത്യകാലത്ത് ഇത് 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയാകുന്നു. ഈ 2 കാലാവസ്ഥയിലും ഒരേപോലെ അതിജീവിക്കാൻ താർപാർക്കർ പശുക്കൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പശുക്കളെ ഏത് കാലാവസ്ഥയിലും വളർത്താൻ സാധിക്കുന്നു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് നടത്തിയ പഠനം അനുസരിച്ച് ഉയർന്ന താപനിലയോ താഴ്ന്ന താപനിലയോ സഹിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു പ്രത്യേക ജീൻ താർപാർക്കർ പശുക്കളിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ പാൽ അതീവ രുചികരമാണ്, പോഷക സമൃദ്ധവുമാണ്. ഇവയുടെ പാലിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന പ്രോബയോട്ടിൻ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിൽ ഉയർന്ന അളവിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകളും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇത് അസ്ഥികളെ ബലപ്പെടുത്തുന്നതിനും മാനസിക വൈകല്യങ്ങൾ മാറ്റാനും സഹായിക്കുന്നു. രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുവാനും അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുവാനും സഹായിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ധാരാളമായി ഈ പാലിൽ അടങ്ങിയിരിക്കുന്നു. ഇവയെ വൈറ്റ് സിന്ധി, കച്ചി, താടി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഇവയുടെ തൂക്കം ശരാശരി 295 കിലോഗ്രാം മുതൽ 350 കിലോഗ്രാം വരെയാണ് പശുക്കളിൽ കാണപ്പെടുന്നത്. ഇത് കാളകളിൽ 475 കിലോഗ്രാം മുതൽ 550 കിലോഗ്രാം വരെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഇന്ത്യൻ ബ്രീഡുകളെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഉടനടി തന്നെ വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടൻ തന്നെ കാണാം.